Hello, this is Priyanka from Pinky Vlogs. Welcome back to my channel. ഇപ്പം ഞാൻ നിൽക്കുന്നത് കേരളത്തിലെ സുപ്രസിദ്ധമായ സർപ്പാരാധന കേന്ദ്രമായ പാമ്പുമേക്കാട്ട് മനയിലാണ്. അപ്പോൾ ഇവിടെ വരാനായിട്ട് കുറച്ച് കാരണങ്ങളൊക്കെ എൻ്റേതായ കാരണങ്ങളുണ്ട്. അത് ഞാൻ പിന്നെ പറയാം നിങ്ങളോട്. പിന്നെ ഇവിടെ നിന്നൊരു വിളി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളിവിടെ വരുത്തിപ്പിക്കും. ശരിക്കും ഈ കവാടത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു നമ്മുടെ മൈൻഡൊക്കെ ബ്ലാങ്ക് ആയിട്ട് നമുക്ക് എന്തോ ഒരു ഫീലിംഗ്. കവാടം മുതൽ പിന്നെ അങ്ങോട്ട് എവിടെ നോക്കിയാലും സർപ്പത്തിൻ്റെ രൂപങ്ങൾ മാത്രം കാണാൻ പറ്റും. കേരളത്തിലെ എൻ്റെ സ്വന്തം ജില്ലയായ തൃശ്ശൂരിലെ മുകുന്ദപുരം താലൂക്കിൽ വടമ വില്ലേജിലാണ് പാമ്പുമേക്കാട്ട് മന സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യങ്ങൾ നിറഞ്ഞ പാമ്പുമേക്കാട് ഒരു കാലത്ത് മേക്കാട് മാത്രമായിരുന്നു. സർപ്പാരാധന ആരംഭിച്ചതോടെയാണ് പാമ്പുമേക്കാട് എന്ന പേര് അറിയപ്പെടാൻ തുടങ്ങിയത്. മന്ത്രതന്ത്രങ്ങളിൽ കേമന്മാരായിരുന്നുവെങ്കിലും ദുസ്സഹമായ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു മേക്കാട്ട് മനക്കാരുടെ വിധി. അക്കാലത്തൊരിക്കൽ ദാരിദ്ര്യ ദുഃഖത്തിന് നിവൃത്തിയുണ്ടാക്കണമെന്ന പ്രാർത്ഥനയുമായി മനക്കിലെ മൂത്ത നമ്പൂതിരി ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഭജനമിരിക്കാൻ ആരംഭിച്ചു. ഒരു രാത്രി വാസുകി എന്ന സർപ്പരാജൻ കയ്യിൽ മാണിക്യക്കല്ലുമായി പ്രത്യക്ഷപ്പെടുകയും വരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. സർപ്പരാജന്റെ സാന്നിധ്യം തൻ്റെ ഭവനത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നും തൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിന് അറുതി വരുത്തണമെന്നും വരമരുളാൻ ആവശ്യപ്പെട്ടെന്നും വാസുകി നൽകുകയും ചെയ്തു എന്നുമാണ് വിശ്വാസം. മനക്കിലെത്തിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്താനെയാണ് മേക്കാട്ടുമനയിലെ പരദേവതയായി കിഴക്കിനിയിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. നാഗയക്ഷിയുടെയും വാസുകിയുടെയും കൽപ്പനകൾ അനുസരിച്ച് മേക്കാട്ടുമനയിലെ ആളുകൾ ജീവിക്കാൻ ആരംഭിച്ചു എന്നാണ് ഐതിഹ്യം. ഈ കഥയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ പാമ്പുമേക്കാട്ടുമനയിലെ നമ്പൂതിരിമാരുടെ സർപ്പാരാധന പ്രാധാന്യത്തിനുള്ള തെളിവായി കാണിക്കുന്നത്. മേടമാസത്തിലെ ചൊവ്വ, വെള്ളി, ഞായർ എന്നീ കൊടിയാഴ്ചയിലൊന്നിൽ മുടിയേറ്റ് നടത്തുന്നു. മേടമാസത്തിൽ കളമെഴുത്തും പാട്ടും ഒരു പ്രധാന ചടങ്ങാണ്. കേരളത്തിലെ സർപ്പബലി നടത്താൻ പാമ്പുമേക്കാട്ട് മനക്കാർക്കും അധികാരമുണ്ട്. മണ്ഡലകാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ സർപ്പബലി നടത്തിവരുന്നു. മണ്ഡലകാലത്ത് ചുരുക്കം 3 ദിവസമെങ്കിലും ഇവിടെ കളമെഴുത്തും പാട്ടും നടത്തുന്നു. കേരളത്തിലെ മറ്റെല്ലാ സർപ്പക്കാവുകളിലും എന്ന പോലെ സർപ്പങ്ങൾക്ക് നൂറും പാലും ഊട്ടുന്ന ചടങ്ങ് ഇവിടെയുമുണ്ട്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കദളിപ്പഴം, പാല് എന്നിവ അടങ്ങുന്ന മിശ്രിതം സർപ്പങ്ങൾക്ക് ഏറെ പഥ്യമാണെന്നാണ് വിശ്വാസം. വൃശ്ചികം 1, കന്നിമാസത്തിലെ ആയില്യം, മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെ ദിവസങ്ങൾ, മേടമാസം 10-ാം തീയതി ഇവയാണ് പാമ്പുമേക്കാട്ട് മനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ. മനയുടെ കിഴക്കിനിയിൽ വാസുകിയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ച ഇടത്ത് ഒരു കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതിഷ്ഠകൾ 2 മൺപുറ്റകളായി തീർന്നുവെന്നും പിന്നീട് അവയും നശിച്ച് വെറും ഒരു മൺതറ മാത്രമായി തീർന്നിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു. വാസുകിയിൽ നിന്നും ലഭിച്ച മാണിക്യക്കല്ല് എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും മനയിൽ ഇപ്പോഴും ഒരു വ്യക്തിക്കും വ്യക്തമായി അറിയില്ല. എങ്കിലും സർപ്പങ്ങളുടെയും മാണിക്യക്കല്ലിന്റെയും സാന്നിധ്യം മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. മനയിലെത്തുന്ന നാഗങ്ങളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുതെന്നും മനപ്പറമ്പ് കിളയ്ക്കുകയോ ഉഴുതുമറിക്കുകയോ ചെയ്യരുതെന്നും പറമ്പിലെ ഒത്ത നടുക്കിലുള്ള 8 അടുക്കളയിലല്ലാതെ മറ്റൊരു ദിക്കിലും തീ കത്തിക്കരുതെന്നും മറ്റുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ ഉള്ളത്. പാമ്പുമേക്കാട്ടുമനയിലെ അംഗങ്ങൾ നാഗങ്ങളെ പാരമ്പര്യങ്ങൾ എന്നാണ് വിളിക്കുക. മനയിൽ ജനനമുണ്ടായാൽ ശിശുവിനെ സ്വീകരിക്കാൻ പാരമ്പര്യങ്ങൾ എത്തുമത്രേ. മരണം സംഭവിച്ചാൽ ഒരു പാരമ്പര്യവും മരിക്കും എന്നാണ് വിശ്വാസം. പറമ്പിലെങ്ങും തീ കത്തിക്കാൻ അനുവാദമില്ലാത്തതിനാൽ തെക്കേക്കാവ് എന്നറിയപ്പെടുന്ന തെക്കേ പറമ്പിലാണ് പാരമ്പര്യത്തിനും നമ്പൂതിരിക്കും ചിതയൊരുക്കുന്നത്. മനയിലെ അംഗങ്ങളും നാഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ പ്രകടമാകുന്നു.
ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുമ്പ് വരെ പാമ്പുമേക്കാട്ട് മനയിൽ എണ്ണയിൽ നോക്കൽ എന്ന ചടങ്ങ് നടത്തി വന്നിരുന്നു. മനയിലേക്ക് വേലി കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾക്കാണ് കുടുംബത്തിന് സ്ഥാനം. അങ്ങനെയുള്ള സ്ത്രീ ആയിരിക്കും ഈ ചടങ്ങ് നടത്തുന്നത്. ഒരു പാത്രത്തിൽ കെടാവിളക്കിലെ എണ്ണയെടുത്ത് അതിൽ നോക്കിക്കൊണ്ട് സർപ്പദോഷങ്ങളെ കുറിച്ച് പ്രവചിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇതിന് പ്രത്യേക പരിശീലനം അത്യാവശ്യമാണ്. അതുകൊണ്ടായിരിക്കും ഇത് കൈവശമാക്കാൻ ആരും ശ്രമിക്കാത്തത്. മാത്രമല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ജ്യോത്സ്യന്മാർക്ക് കഴിയുമെന്നതിനാൽ ഈ മനയിലേക്ക് സർപ്പദോഷം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയല്ല, ദോഷപരിഹാരത്തിന് വേണ്ടിയാണ് ആളുകൾ വരേണ്ടത് എന്ന് മനക്കാർക്ക് തോന്നുകയുണ്ടായി. അങ്ങനെ എണ്ണയിൽ നോക്കൽ എന്ന അപൂർവ ചടങ്ങ് പാമ്പുമേക്കാട്ട് മനയ്ക്ക് അന്യമായി എന്ന് പറയാം. സർപ്പക്കാവ് ആവാഹിച്ചു മാറ്റുന്നതിനുള്ള അധികാരം പൂർവികമായി പാമ്പുമേക്കാട്ട് നമ്പൂതിരിമാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പാതിരാക്കുന്നത്ത് മനക്കാരും ചെയ്തു പോരുന്നു. സർപ്പക്കാവ് ആവാഹനം 3 രീതിയിലുണ്ട്. സർപ്പക്കാവ് പൂർണ്ണമായി മാറ്റുക, സർപ്പക്കാവിന്റെ വലിപ്പം കുറയ്ക്കുക, ഒന്നിലധികം കാവുകളെ ഒന്നിച്ചു ചേർത്ത് ഒരു കാവാക്കുക, ആവാഹിച്ച കാവുകളെ മനയിലെ തെക്കേ പറമ്പിലാണ് കുടിയിരുത്തുന്നത്. കുടിയിരുത്തിയ ശേഷം പഴയ കാവുകളെ നശിപ്പിക്കാൻ മനക്കാർ അനുവാദം നൽകും. ഇനി പാമ്പുമേക്കാട്ടിന് പുറമെ സർപ്പാരാധനയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം ലഭിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് നാഗർകോവിലും മണ്ണാർശാലയും. ഈ 3 സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സങ്കല്പം ജനങ്ങൾക്കിടയിൽ നിലവിലുണ്ട്. സർപ്പശ്രേഷ്ഠനായ അനന്തൻ ഈ 3 ദിക്കിലുമായി കിടക്കുന്നുവെന്നും അനന്തന്റെ ശിരസ് നാഗർകോവിലിലും മദ്യം മണ്ണാർശാലയിലും പാദം പാമ്പുമേക്കാട്ടുമായി വെച്ചിരിക്കുകയാണെന്നാണ് വിശ്വാസമുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർപ്പക്ഷേത്രമായ നാഗർകോവിലിലെ പ്രധാന തന്ത്രി പാമ്പുമേക്കാട്ട് മനയിലെ കാർണവരാണ്. ഇന്നും നാഗർകോവിലിലെ ഏത് വിശേഷത്തിനും ഈ മനക്കിലെ കാർണവർ എത്തേണ്ടതുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ ഒക്കെ ഇങ്ങനെ എപ്പോഴെപ്പോഴായിട്ട് നമുക്ക് നാഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവാൻ പോണെന്ന് അവർ സൂചന നൽകുന്നതായിരിക്കും. അപ്പൊ അതിനൊക്കെ പരിഹാരത്തിനായിട്ട് നമുക്കിവിടെ പാമ്പുമേക്കാട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് നല്ല മനസ്സ് നിറയെ പ്രാർത്ഥിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം തീരും, അത് ഉറപ്പാണ്. അപ്പം എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു.